ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2024 മാർച്ച് അപ്പോൾ അന്ന് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിൽ തന്നെ ഉള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ബാക്ക് സൈഡിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. പാറ്റേൺ നോക്കുക. അപ്പോൾ ഒന്ന് ഡീംഡ് ഇൻകം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇറഗുലർ ഇൻകം, ഡീംഡ് ഇൻകം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡീംഡ് ഇൻകം ഇൻകം ആണെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളാണ് ഡീംഡ് ഇൻകം. അപ്പോൾ അത് പറയുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റുകളെ കുറിച്ച് കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ പോർഷൻസ് വരുന്ന ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. പിന്നെ സെറ്റ് ഓഫും ഇതെപ്പോഴും ചോദിക്കുന്നത് ഒരു കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ കേട്ടോ. സെറ്റ് ഓഫ് എന്താണ്, ക്യാരി ഫോർവേഡ് എന്താണ്, ചിലപ്പോൾ തനിച്ച് ചോദിക്കും. വാട്ട് യു മീൻ ബൈ സെറ്റ് ഓഫ്, വാട്ട് യു മീൻ ബൈ ക്യാരി ഫോർവേഡ്. പിന്നെ അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് അത് എന്താണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പാൻ കാർഡ് ചോദിക്കും. ടാൻ ഉണ്ടല്ലോ, TAN, അതായത് TDS അടയ്ക്കുന്ന ആൾക്കാർ, TDS എന്നാണ് എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കുന്ന ആൾക്കാർ കൊടുക്കുന്നതാണ് ടാൻ. അപ്പോൾ അതിൻ്റെ പർപ്പസോ അല്ലെങ്കിൽ അതെന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ പാനിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. മാർജിനൽ റിലീഫ് എന്താണെന്നുള്ളതുണ്ട്. റിബേറ്റ്, ഇത് ശരിക്കും 5th സെമ്മിലെ ഒരു ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ റിബേറ്റും റിലീഫ് എന്താണെന്നുള്ളത് അത് 5th വരുന്നുണ്ട്, 6th ചെറുതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് കളക്ടിങ് ഇൻകം ടാക്സ്, അതൊക്കെ ടാക്സിൻ്റെ ഭാഗമാണ്. പിന്നെ GST എന്താണെന്നുള്ളത്, GST ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വാട്ട് കണ്ടീഷൻസ് ക്യാൻ GST രജിസ്ട്രേഷൻ ബി ക്യാൻസൽഡ്. അപ്പോൾ ഈ GST രജിസ്ട്രേഷൻ്റെ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. ടാക്സ് ഇൻവോയ്സിൻ്റെ ചാപ്റ്റർ നോക്കുക. പിന്നെ TDS അണ്ടർ GST. പിന്നെ വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് ഓഫ് റീഫണ്ട് ഓഫ് ടാക്സ്. ദെൻ 3 ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ്, അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ന്യൂ ടാക്സ് റെജീം വിത്ത് ലോവർ ടാക്സ് അതെന്താണെന്നുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ ATG, അത് ATC മുതൽ ATU വരെയുള്ള ഫുള്ള് പഠിച്ച് വെക്കണം. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. ചിലപ്പോൾ അത് essay ആയിട്ട് ഫുള്ളായിട്ട് ചോദിക്കും. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും തനിച്ച് ചോദിക്കും. ഇത് 5 മാർക്കിൻ്റെതാണ്. അസസ്മെൻറ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഞാൻ പറഞ്ഞ അസസ്മെൻറ്റ് വരുന്ന ചാപ്റ്റർ നന്നായി നോക്കാം. ഇൻകം ടാക്സ് അതോറിറ്റീസ്, ചിലപ്പോൾ GST അതോറിറ്റീസിനെ കുറിച്ച് ചോദിക്കും. GST കമ്മീഷണറെ കുറിച്ച് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. അങ്ങനെ പല ചോദ്യങ്ങളും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൾഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആൻഡ് GST. ഓൾഡ് വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ വരുന്നതാണ്. പിന്നെ GST എന്താണ്, വൺ നേഷൻ വൺ ടാക്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. റിട്ടേൺ എന്താണ്, ഡിഫറെൻറ്റ് റിട്ടേൺസ്. അപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ GSTയിൽ നോക്കുക. പിന്നെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം വരുന്ന നേരത്ത് ഇതൊക്കെ ആഡ് ചെയ്യുക. ഈ 1000 കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഓഫ് ഗുഡ്സ്, പാക്കിംഗ് ചാർജ്, കമ്മീഷൻ, ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. പക്ഷേ നോൺ ഗവൺമെൻറ് അതോറിറ്റി കിട്ടുന്ന സബ്സിഡി എന്താണ്, നമ്മളതിന് ലെസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു സാധനത്തിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യനാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ലോസ് ആണ്, കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇത് എല്ലാം കുറച്ച് ബിസിനസ് ലോസ് എന്താണ് അടുത്ത വർഷത്തേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് എന്ത് ചെയ്യാണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്ന ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ essay പ്രോബ്ലമാണ് നോക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ C ആണ് നമ്മുടെ essay സെക്ഷൻ. അപ്പോൾ അതിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അതിലെന്ത് വരുന്നുണ്ട്, നമ്മുടെ ഡിഡക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, PPF, അത് ATG എന്താണ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഡൊണേഷൻ, ATG, അങ്ങനെ ഓരോ നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഷോർട്ട് ടേം ഗെയിൻ, ലോങ് ടേം ഗെയിൻ, ഷോർട്ട് ടേം ലോസ്, അത് നോക്കിയിട്ട് കൃത്യമായിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് അത് ചെയ്യാം. പിന്നെ ബാക്കിയും 3 തിയറിയാണ്. ഒക്കെ ഒന്ന് GSTൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ GSTൻ്റെ ചാപ്റ്റർ നന്നായി നോക്കുക. ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ GSTൻ്റെ രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യുക. അപ്പോൾ ടാക്സ് റിട്ടേണിൻ്റെ ഇതാണ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു പ്രോബ്ലം 3 തിയറീസാണ്. അപ്പോൾ തിയറിക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്നൊരു പേപ്പർ തന്നെയാണ് നമ്മുടെ ഈ ടാക്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് തന്നെ ബാക്കിലുള്ള തന്നെയാണത്. അപ്പോൾ വേറെ നമ്മൾ തപ്പി പോകേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ ഒന്ന് നോക്കുക എന്നുള്ളതാണ്.